ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദശാവതാരത്തിലെ 6ാമത്തെ അവതാരമായ പരശുരാമനെ കുറിച്ചാണ്. പാർശ്വവേന്തിയ രാമൻ എന്നർത്ഥം. പരശു ആയുധമാക്കിയ ഭാർഗവപുത്രൻ രാമനെ പരശുരാമനെന്ന് ഇതിഹാസങ്ങൾ വാഴ്ത്തുന്നു. ദ്വാപരയുഗത്തിൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും പിന്നീട് കർണന്റെയും ഗുരുവായ ആയോധന കലകൾ അഭ്യസിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ ഗുരുവും ഇദ്ദേഹമായിരിക്കുമെന്നും ഇതിഹാസങ്ങൾ സൂചിപ്പിക്കുന്നു. രാമൻ ഇതിഹാസങ്ങളിലൂടെയും പിന്നീട് വന്ന ഇതിഹാസങ്ങളുടെ പുനർവായനയിലും വിവാദ പുരുഷനായി നിലകൊള്ളുന്നു. ദക്ഷിണ ഭാരതത്തിലേക്കുള്ള ഹൈന്ദവ പുരാണപ്രകാരം സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒരാളുമാണ് പരശു ആയുധമാക്കിയ രാമൻ. ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായി ജനിച്ച ബ്രാഹ്മണ പരശുരാമൻ ഭൂമിയിൽ അതിശക്തമായ ദുഷ്ടത പ്രബലമായ ഒരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പ്രവചിക്കപ്പെട്ടു. ആയുധങ്ങളും ശക്തിയുമുള്ള ക്ഷത്രിയവർഗം തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യാനും മറ്റുള്ളവരുടേതായത് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാനും ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കാനും തുടങ്ങിയിരുന്ന കാലത്താണ് ഭാർഗവരാമൻ ജനിക്കുന്നത്. ഈ ക്ഷത്രിയരെ 21 തവണ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ ശരിയാക്കി എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മിയുടെ അവതാരമായ ധരണിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. രാമായണത്തിൽ സീതാ സ്വയംവരത്തിന് ശേഷം രാമൻ ദിവ്യവില്ലായ പിനാകം ഉയർത്തിയൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം കേട്ട് അദ്ദേഹം എത്തുന്നു. പിന്നീട് രാമൻ വിഷ്ണു തന്നെയാണെന്ന് അദ്ദേഹം നിഗമനം ചെയ്യുന്നു. രാമനോട് തൻ്റെ തപസ്സിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. മഹാഭാരതത്തിൽ ശക്തനായ യോദ്ധാവും മഹർഷിയും വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരവുമായ പരശുരാമൻ സമാനതകളില്ലാത്ത ആയോധന വൈദഗ്ധ്യത്തിന് പേരുകേട്ടതാണ്. കുരുക്ഷേത്ര യുദ്ധം അവസാനിപ്പിക്കാൻ പരശുരാമൻ എത്ര ദിവസമെടുക്കുമെന്ന് ഇതിഹാസം വ്യക്തമായി പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഐതിഹാസിക നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അത് വേഗത്തിൽ അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ്. ഇതിഹാസമായ മഹാഭാരതത്തിൽ അദ്ദേഹം ഭീഷ്മർ, ദ്രോണർ, രുക്മി, കർണൻ എന്നിവരുടെ ഗുരുവായിരുന്നു. ധൈര്യം, ആക്രമണ സ്വഭാവം, യുദ്ധം, ശാന്തത, ക്ഷമ, വിവേകം എന്നിവയുൾപ്പെടെ വിവിധ സ്വഭാവ വിശേഷങ്ങൾ പരശുരാമനിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ബ്രാഹ്മണർ, കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ, സമൂഹത്തിലെ മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരോട് അദ്ദേഹം ദയ കാണിച്ചതായി പറയപ്പെടുന്നു.